ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സീന സുരേഷ്. ഇന്ന് നൈനികയിൽ നല്ല പ്രീമിയം കോട്ടാഡോരിയ അൺസ്റ്റിച്ച്ഡ് സൽവാർ സെറ്റ്സ് ആണ്. 3 പീസ് സെറ്റ് ആയിട്ടാണ് വരുന്നത്. ടോപ്പ് ആൻഡ് ദുപ്പട്ട കോട്ടാഡോരിയ, പ്യുവർ കോട്ടാഡോരിയ, നാച്ചുറൽ ഫൈബേഴ്സ് ആയിട്ട് നാച്ചുറൽ ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റിൽ വരുന്ന കളേഴ്സിലും വരുന്ന സെറ്റ്സ് ആണ്. ബോട്ടം വരുന്നത് പ്യുവർ കോട്ടൺ ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റ് ആണ്. 3 പീസും 2.5 ഈച്ച് ആയിട്ടാണ് വരുന്നത്. ഏതെങ്കിലും ഇഷ്ടമായി പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് എൻക്വയറി ചെയ്തോളൂ, പർച്ചേസ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കണ്ടു നോക്കിയാലോ. സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ നമ്പർ കൂട്ടി തന്നെ എടുക്കുക. നമ്പർ 1 ആണ്. പിന്നെ ഈ വീഡിയോയിലുള്ള എല്ലാ സെറ്റ്സിൻ്റെയും റേറ്റ് വരുന്നത് 1650 ആണ് കേട്ടോ. കണ്ടോ, നമ്പർ 1 ഇങ്ങനെയാണ് വരുന്നത്. നല്ല കുഞ്ഞ് പ്രിൻ്റാണ്, എല്ലാ ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റാണ്. നല്ലൊരു വയലറ്റ് ഷെയ്ഡിലാണ് വരുന്നത്. സൈഡിൽ ഇതേപോലത്തെ ഒരു ബോർഡർ പോകുന്നുണ്ട്. ഇത് നമുക്ക് നെക്കിലോ സ്ലീവിലോ അല്ലെങ്കിൽ സ്ലിറ്റിൻ്റെ അവിടെയോ യോക്ക് പോർഷനിലോ എങ്ങനെയെങ്കിലും കൊടുത്തിട്ട് സ്റ്റൈൽ ചെയ്യാവുന്നതാണ്. അത് ഓരോരുത്തരുടെ ആ ഒരു ഡിസൈനിങ് അനുസരിച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, ഇതിൽ സിന്തറ്റിക് ഫൈബർ ഒന്നുമില്ല, നാച്ചുറൽ ഫൈബർ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. അതുകൊണ്ട് തന്നെ വളരെ കംഫർട്ടബിളാണ്. വളരെ തിൻ ആൻഡ് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്കാണ്. പ്യുവർ കോട്ടാഡോരിയ ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഈ മെറ്റീരിയലിനെ പറ്റി മനസ്സിലാക്കി പർച്ചേസ് ചെയ്യുക. വളരെ തിന്നാണ്, ഒരു പ്യുവർ ആണ് കേട്ടോ, പ്യുവർ ഫോമാണ്. പ്രീമിയം കോട്ടാഡോരിയ കേട്ടോ. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കി പർച്ചേസ് ചെയ്യുക. സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത് ഓവർ ടൈറ്റായിട്ടൊന്നും സ്റ്റിച്ച് ചെയ്യരുത്. അതേപോലെ തന്നെ ഇതിൻ്റെ അടിയിൽ ആ കറക്റ്റ് കളർ ലൈനിങ് വരുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഭംഗി എടുത്ത് കാണിക്കുക. ഇങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾക്കത് എത്രത്തോളം മനസ്സിലാവുമെന്ന് അറിയില്ല. ലൈനിങ് ഒക്കെ വെച്ച് പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴാണ് ഈ ഒരു സെറ്റ്സിൻ്റെ ഭംഗി കംപ്ലീറ്റ് ആയിട്ട് പുറത്ത് വരുന്നത്. നമ്പർ 1 ഇതാണ് ടോപ്പ് പോർഷൻ. ബോട്ടം ഇങ്ങനെയാണ് വരുന്നത്. 1650 ആണ് ഈ വീഡിയോയിലുള്ള എല്ലാ സെറ്റ്സിൻ്റെയും റേറ്റ് വരുന്നത്. ദുപ്പട്ട വരുന്നത് ഇതേപോലെയാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ടയാണ്, ഇതേപോലെ കേട്ടോ. അതും ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റിൽ തന്നെയാണ് വരിക, ഇതേപോലെ വരിക. കണ്ടോ, ടാസിലൊക്കെ കൊടുത്ത് ആ ഒരു ടോപ്പിൻ്റെ ഡിസൈനൊക്കെ ഈ സൈഡിലൊക്കെ വന്ന് നല്ല ഭംഗിയുള്ള സെറ്റ്സാണേ. അപ്പം നമ്പർ 1 ഇങ്ങനെയാണ് വരിക കേട്ടോ. ഇനി അടുത്ത സെറ്റ്. അടുത്തത് നമ്പർ 2 ആണ്. നല്ലൊരു ഗ്രീനാണ്. ഇതൊക്കെ നമ്മൾ മുന്നേ കൊണ്ടുവന്നിട്ടുണ്ട്. റീസ്റ്റോക്കിന് ഒരുപാട് എൻക്വയറി ആയിരുന്നു. ഒരുപാട് പേര് ഒരേപോലെ ചോദിച്ച ഒരു കളറും കൂടിയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു ഗ്രീനിൽ ഇതേപോലെ ഒരു ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റ് ആണ്. ഇതാണ് ഇതിൻ്റെ ബോർഡേഴ്സ് വരുന്നത്. ഈ ബോർഡേഴ്സിനെ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള സെറ്റ്സ് ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. നല്ലൊരു ഗ്രീനാണ്. ആൻഡ് ബോട്ടം വരുന്നത് ഇതേപോലെ കണ്ടോ, ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റ് ആണ്. ഇതും 2.5 ഈച്ച് ആയിട്ടാണ് ഈ 3 പീസും വരുന്നത് കേട്ടോ. അപ്പോൾ ഈ ബോട്ടം പീസ് കൊണ്ട് ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നവരുണ്ട്. ബോട്ടമായിട്ട് അങ്ങനെ 3 പീസ് ആയിട്ട് ഇടുന്നതും ഒരു പ്രത്യേക ഭംഗിയാണ്. ഇതാണ് ദുപ്പട്ട. 2 സൈഡിൽ ആ ഒരു കോട്ടാഡോരിയയുടെ ആ ഒരു ഗോൾഡൻ കുഞ്ഞിതായിട്ടുള്ള ആ ഒരു ബോർഡറും വരും. അതും പ്രത്യേക ഭംഗിയാണ്. ഇങ്ങനെയാണ് വരിക ദുപ്പട്ട. നമുക്ക് 1 സൈഡായിട്ടും ഡബിൾ സൈഡായിട്ടും അല്ലെങ്കിൽ തലയിൽ കൂടെ തട്ടായിട്ടൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ടല്ലോ. അപ്പം അങ്ങനെയുള്ളവർക്കും ഒക്കെ പറ്റിയതാണ്. ഇതേപോലെ കേട്ടോ. ഇങ്ങനെയാണ് 3 പീസ് സെറ്റ്. നമ്പർ 2 ആണ്. ഇതേപോലെ കേട്ടോ, നമ്പർ 2 ആണ്. കറക്റ്റ് നിങ്ങൾക്ക് ഇതിൻ്റെ കളറ് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ 4 ആയിട്ട് ഫോൾഡ് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. ഇതേപോലെയാണ്. 1 ലെയറിലാവുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കളറ് മനസ്സിലാവില്ല. നല്ലൊരു കണ്ടോ, ഇതേപോലെ ഒരു റെഡിഷ് ആ ഒരു ടോണിലാണ് വരുന്നത്. ബോട്ടം വരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കണ്ടോ, ഇതേപോലെയാണ് കേട്ടോ. നല്ല ഭംഗിയായിരിക്കും ബോട്ടം. ഇനി ദുപ്പട്ട വരുന്നത് അതും അതേപോലെ ആ ഒരു ബോട്ടത്തിൻ്റെ പാറ്റേണിൽ. ഇതെല്ലാം ഡിസൈനർ സെറ്റ്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ഭംഗിയാണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത ഭംഗിയാണ്. ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ എന്തായാലും ഓട്ടോമാറ്റിക്കലി ഉണ്ടാവും. എന്നാലും ഒരുപാട് ആലോചിച്ച് നിന്നാൽ പെട്ടെന്ന് ഇത് സോൾഡ് ഔട്ട് ആവും. നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എൻക്വയറി ചെയ്യുക. അവൈലബിൾ ആണെന്ന് അറിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ഡീറ്റെയിൽസ് ഇട്ട് തരും. വേഗം പേയ്മെൻറ്റ് ചെയ്ത് സ്ക്രീൻഷോട്ട് ഇട്ടാലേ ബുക്കിംഗ് പോസിബിൾ ആവുള്ളൂ. കാരണം അത്രയും വേഗം സോൾഡ് ഔട്ട് ആവുന്ന സെറ്റ്സാണ് ഇത്. നമുക്ക് ഉണ്ടാക്കി വരാനും
അതിനും കുറച്ച് ടൈം എടുക്കും. എല്ലാം ആ ഒരു പ്യുവർ മെറ്റീരിയലിൽ ഹാൻഡ് ബ്ലോക്ക് ഒക്കെ ചെയ്ത് എടുക്കുമ്പോൾ ടൈം എടുക്കുന്നതാണ് കേട്ടോ. ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നവരുണ്ട്, അവർ വീഡിയോ കാണുന്നുണ്ടെന്ന് വിചാരിക്കണം, പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂ കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. നമ്പർ 3 കണ്ടോ. അടുത്തത് നമ്പർ 4 ആണ്. നല്ല ഭംഗിയുള്ളൊരു ഫ്ലോറൽ പാറ്റേൺ ബ്ലാക്കിലാണ് കേട്ടോ വരുന്നത്. ബോർഡേഴ്സ് ഇതേപോലെ വരും. ആ ഒരു ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റിൻ്റെ ഭംഗി ഒന്ന് വേറെ തന്നെയാണ്. അതിന് ഒരുപാട് ആരാധകരുള്ള ഒരു സെറ്റ്സ് ആണ് കേട്ടോ അത്. അത് സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്ത് അടിപൊളിയാണ്. പിന്നെ ഇത് നന്നായി നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട മെറ്റീരിയലാണ്. റഫ് യൂസ് അല്ല. മെഷീൻ വാഷ് ഒന്നും പറ്റുമായിരിക്കും, പക്ഷേ എത്ര നാളത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് അറിയില്ല. അതുകൊണ്ട് സോഫ്റ്റ് ഹാൻഡ് വാഷാണ് പോസിബിൾ. സോഫ്റ്റ് ഒരു ഷാമ്പു വാഷായിട്ട് അങ്ങനെ ചെയ്യാം കേട്ടോ. അതേപോലെ അത് വാഷ് ചെയ്ത് ഡ്രൈ ചെയ്തെടുക്കുന്നതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യാം കേട്ടോ. ഇതേപോലെ ഡ്രൈ ക്ലീൻ ചെയ്യുന്നവരുണ്ട്. ഇതേപോലെ ബോട്ടം വരിക. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിൻറ്റ് പാറ്റേൺ ആണ്. ടോപ്പ് തയ്ച്ചാൽ സൂപ്പർബാണ്. ഇതിന് വേണമെങ്കിൽ ബ്ലാക്ക് പാൻറ്റിൻ്റെ കൂടെയും നമുക്കിത് കോട്ടൺ പാൻറ്റൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ സ്റ്റൈൽ ചെയ്യാം. നല്ല ഭംഗിയാട്ടോ. ഇത് കണ്ടോ, ഒരു പ്രത്യേക കളറാണ്. അതിൻ്റെ ബോർഡേഴ്സ് ഇതേപോലെ കുഞ്ഞ് മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിലിങ്സ് ആണ് വന്നിട്ടുള്ളത്. ഇതേപോലെയാണ് കേട്ടോ ആ ഒരു എൻ പോർഷൻ വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്യുവർ കോട്ടാഡോറിയ സെറ്റ്സ് ആണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റ്സ്. റേറ്റ് 1650. അടുത്തത് നമ്പർ 5 ആണ്. നല്ല നമുക്ക് ഈ കോട്ടാഡോരിയയിലും ചന്തേരിയിലും മഹേശ്വരിയിലൊക്കെ കിട്ടുന്ന ഒരു സ്പെഷ്യൽ യെല്ലോ ഉണ്ട്. നല്ലൊരു ബ്രൈറ്റ് യെല്ലോ, പ്ലസൻറ്റ് യെല്ലോ ആണ്. നല്ല ഭംഗിയുള്ള ഒരു അജ്രക് പ്രിൻ്റാണ് ഇതിൽ വന്നിട്ടുള്ളത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാൻഡ് ബ്ലോക്ക് അജ്രക് പ്രിൻ്റാണ്. ഇനി ഇതിൻ്റെ ബോട്ടം വരുന്നത് ഇതേപോലെ കേട്ടോ. നല്ല ഭംഗിയായിരിക്കും. ഈ ഒരു ബോട്ടം തന്നെ ഇതിന് സ്റ്റൈൽ ചെയ്താൽ സൂപ്പർബായിരിക്കും. അല്ലെങ്കിൽ ബ്ലാക്ക് ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ബ്ലാക്ക് അല്ലെങ്കിൽ ഈ ഒരു ഓഫ് ക്രീം ആ ഒരു ഷെയ്ഡൊക്കെ പറ്റും. ഇതേപോലെയാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ട. ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത്. നല്ല ഭംഗിയായിട്ട് സ്റ്റൈൽ ചെയ്യാം. ഇത് ഫങ്ഷൻ വെയർ ആയിട്ടും കാഷ്വൽ വെയർ ആയിട്ടും ഓഫീസ് വെയർ ആയിട്ടും എങ്ങനെ വേണമെങ്കിൽ ഇതിന് സ്റ്റൈൽ ചെയ്യാം. അതിന് തക്കതായ രീതിയിൽ ആക്സസറൈസ് ചെയ്തിട്ട് അടിപൊളിയാക്കാവുന്നതാണ്. നല്ല ഭംഗിയാണ് കേട്ടോ. ഇപ്പോൾ ഈ സമ്മറിന് സൂപ്പർബാണ്. നമുക്ക് ഈ കോട്ടാഡോരിയ ഇഷ്ടമുള്ളവർക്ക് ഗിഫ്റ്റ് ചെയ്യാനും നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ ഇതെല്ലാം ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റ് ആണ്. ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഫാബ്രിക് ആണ്. അപ്പോൾ ഇംപെർഫെക്ഷൻസ് ഒക്കെ ഇതിൽ തികച്ചും നോർമലാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കി പർച്ചേസ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ എൻ പോർഷനിലൊക്കെ ആയിട്ട് അവരിത് ഹാൻഡ് ബ്ലോക്ക് ചെയ്യാൻ ആ ഒരു ഡെസ്കിൽ ഇങ്ങനെ സൂചി വെച്ച് അല്ലെങ്കിൽ ആണി വെച്ചൊക്കെ ഫിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു കുഞ്ഞു ഹോളോ അല്ലെങ്കിൽ കുഞ്ഞൊരു കീറലൊക്കെ ഈ കട്ട് ചെയ്ത് പോകുന്ന ഭാഗത്തൊക്കെ ഉണ്ടാവും. അതൊന്നും ഡാമേജ് അല്ല കേട്ടോ. അപ്പോൾ അതിനൊന്നും റിട്ടേണോ എക്സ്ചേഞ്ചോ ഒന്നും ഉണ്ടാവില്ല. കാരണം ഒരുപാട് പേര് അവരിത് തിരിച്ച് നമുക്ക് റിട്ടേൺ എന്ന് പറഞ്ഞ് തിരിച്ച് വരുന്നത് അത്രയും മോശമായ അവസ്ഥയിലാണ് നമ്മുടെ സംഭവങ്ങൾ വരുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഇത്തിരിയും കൂടെ സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട് നമ്മൾ. കറക്റ്റായിട്ട് റീസൺ ഇല്ലാതെ നമുക്ക് റിട്ടേണോ എക്സ്ചേഞ്ചോ ഒന്നും ഇല്ല. ഓൺലി ഡാമേജസ്. അത് നമ്മൾ 1-2 വട്ടം ചെക്ക് ചെയ്തിട്ടാണ് വിടുക. അതുകൊണ്ട് കറക്റ്റായിട്ടുള്ളൊരു പാഴ്സൽ ഓപ്പണിംഗ് വീഡിയോ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഡാമേജസിന് മാത്രം എക്സ്ചേഞ്ച് ഉള്ളത് കേട്ടോ. അടുത്തത് നമ്പർ 6 ആണ്. നല്ലൊരു ബ്ലൂയിഷ് ഷെയ്ഡാണ് കേട്ടോ. നല്ലൊരു പ്ലസൻറ്റ് ഷെയ്ഡാണ്. നല്ല ഭംഗിയുള്ള ഫ്ലോറൽ പാറ്റേൺ. ഫ്ലോറലിന് നമുക്ക് ഒരുപാട് എൻക്വയറിയാണ്. ബോട്ടം വരുന്നത് ഇതേപോലെ സോഫ്റ്റ് ആ ഒരു ജയ്പൂർ കോട്ടൺ ആണ് കേട്ടോ. നല്ല ഭംഗിയാണ് കണ്ടോ. ബോട്ടം ഇതേപോലെ ആൻഡ് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ കേട്ടോ. ആ ഒരു ബോട്ടത്തിൻ്റെ പാറ്റേൺ ആണ് ദുപ്പട്ടയ്ക്ക് കൊടുത്തിട്ടുള്ളത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ട. എൻ പോർഷനിൽ ഇങ്ങനെ കേട്ടോ. പ്യുവർ കോട്ടൺ ആണ്. കോട്ടാഡോറിയ പ്രീമിയം കോട്ടാഡോറിയ സെറ്റ്സ് ആണ്. ഇതേപോലെ വരിക. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റ്സ് ആണ്. നമ്പർ 6. അടുത്തത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെറൂണിഷ് ഒരു സ്പെഷ്യൽ കളറാണ് കേട്ടോ. നല്ല ഭംഗിയാണ്. അതിലിതാ ഒരു ലൈറ്റ് ബ്ലൂവിൻ്റെയും വൈറ്റിൻ്റെയും ഒക്കെ ആയിട്ടുള്ള ഒരു ഫ്ലോറൽ പാറ്റേൺ. ബോർഡേഴ്സ് ഇങ്ങനെയാണ് വരുന്നത്. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ബോട്ടം പോർഷൻ ഇതാ ഇതേപോലെ പ്യുവർ കോട്ടൺ ആണ്. നല്ല ഭംഗിയാണ്. ഇനി ദുപ്പട്ട വരുന്നത് സൂപ്പർബാണ്. ഈ ഒരു ദുപ്പട്ടയാണ് എല്ലാത്തിൻ്റെയും ഹൈലൈറ്റ് കേട്ടോ. ഭയങ്കര ഭംഗിയാണ്. ആ കോട്ടയിൽ വരുന്ന ദുപ്പട്ടയുടെ ഭംഗി ഒന്ന് വേറെ തന്നെയാണ്. കണ്ടോ, ഇങ്ങനെയാ വരിക കേട്ടോ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റ്സ് ആണ്.
ഇതേപോലെ എൻ പോർഷൻ വരിക. ഇത് സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്ത് വരുമ്പോൾ ഒരു രക്ഷയില്ലാത്ത ഭംഗിയാവും കേട്ടോ. എല്ലാം 2.5 ഈച്ചാണ്. ഇതേപോലെ നമ്പർ 7. അടുത്തത് നമ്പർ 8 ആണ്. ലൈറ്റ് ഒരു ലാവൻഡർ ആണ്. നല്ല ഭംഗിയാട്ടോ. ഇതേപോലത്തെ ലൈറ്റ് ഷെയ്ഡ് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഈ സമ്മറിന് സൂപ്പറാണ്. നല്ലൊരു ലൈറ്റ് ലാവൻഡർ വിത്ത് ഇതേപോലത്തെ ബോർഡറാണ് വരുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടോപ്പ് പോർഷനാണ്. ആൻഡ് ബോട്ടം വരുന്നത് ഇതേപോലെ പ്യുവർ സോഫ്റ്റ് ജയ്പൂർ കോട്ടൺ ആൻഡ് ദുപ്പട്ട കോട്ടാഡോരിയ. ടോപ്പ് ആൻഡ് ദുപ്പട്ടയാണ് പ്യുവർ കോട്ടാഡോരിയ ഇതേപോലെ വരുന്നത്. ബോട്ടം കോട്ടാഡോരിയ വെച്ച് അത് പാൻറ്റൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ അതങ്ങനെ ഇതായി പോവും. അതുകൊണ്ടാണ് അവർ ബോട്ടം കോട്ടൺ വെക്കുന്നത് കേട്ടോ. കാരണം ഭയങ്കര ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഒരു തിൻ ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്കാണ്. അപ്പം അതിനെ അങ്ങനെ തന്നെ നമ്മൾ ഇത് ടേക്ക് കെയർ ചെയ്യണം കേട്ടോ. ഇതേപോലെ നല്ല ഭംഗിയാണ്. നമുക്ക് എപ്പോഴും കിട്ടുന്ന ഒരു കോമ്പിനേഷൻ അല്ല. ഇന്ന് ഞാൻ വന്നിട്ടുള്ള എല്ലാ പീസും കാണിക്കുന്നുണ്ട്. 2 പാർട്ടൊന്നും ആക്കണില്ല. കാരണം അത്ര എൻക്വയറിയാണ്. ഈ ഭയങ്കര ചൂടല്ലേ, അതുകൊണ്ട് തന്നെ ഓഫീസ് വെയറൊക്കെ ആയിട്ട് ഒരുപാട് പേര് പ്രിഫർ ചെയ്യുന്ന സെറ്റ്സ് ആണ്. കണ്ടോ, ഇതേപോലെ നല്ലൊരു ഗ്രീനിൽ യെല്ലോയിഷ് ഒരു മസ്റ്റാർഡ് കളറാണ്. നല്ല ഭംഗിയാണ്. ഇതൊക്കെ സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്ത് വരുമ്പോൾ സൂപ്പർബായിരിക്കും. ഇതേപോലെയാണ് ഇതിൻ്റെ ബോട്ടം വരുന്നത്. ആൻഡ് ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാട്ടോ. ആ ഒരു ബോട്ടത്തിൻ്റെ പാറ്റേണും കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റ്സ് ആണ്. പ്യുവർ കോട്ടാഡോരിയ പ്രീമിയം സെറ്റ്സ്. സ്റ്റൈൽ ചെയ്ത് വരുമ്പോൾ അടിപൊളിയായിരിക്കും. നമ്പർ 9 ആണ് കേട്ടോ. 1650. അടുത്തതാ നമ്പർ 10 ആണ്. ഈ ഒരു ഡിസൈൻ നമുക്ക് ഹ്യൂജ് എൻക്വയറി ഉള്ള ഒരു ഡിസൈനാണ്. നല്ല ഭംഗിയുള്ള ഒരു മെറൂണിഷ് ആൻഡ് ആ ഒരു വൈറ്റിഷ് ടിൻ്റ് വരുന്ന ഡിസൈനാണ്. ബോട്ടം വരുന്നത് ഇതേപോലെ കേട്ടോ. ഇതും നല്ല ഭംഗിയാണ്. ബോട്ടമായിട്ട് സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ പെയർ ചെയ്ത് വരുമ്പോൾ അടിപൊളിയായിരിക്കും. ആൻഡ് ദുപ്പട്ട വരുന്നത് ഇതേപോലെ കേട്ടോ. ഇതാ ഒരു ബാട്ടിക് പാറ്റേണിൽ വരുന്ന സെറ്റാണ്. കോട്ടാഡോരിയയിൽ ഇതാ കണ്ടോ, ഇതേപോലെ കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റാണ്. ഇത് സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്ത് വരുമ്പോൾ സൂപ്പർബായിരിക്കും. ഈ ഒരു ചെക്ക് പാറ്റേൺ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ദുപ്പട്ടയിലും ബോട്ടത്തിലൊക്കെ വരുമ്പോൾ അതേപോലെ ഈ ഒരു പാറ്റേൺ ടോപ്പിലും വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. കണ്ടോ, എൻ പോർഷനിൽ ഇതേപോലെ വരും കേട്ടോ. നമ്പർ 10 ആണ്. ഇതേപോലെ കണ്ടോ. നമ്പർ 11 ആണ്. ഇതേപോലെയാണ് സൈഡിൽ ആ ഒരു ബോർഡർ. നല്ല ഭംഗിയുണ്ട്. ആ ഒരു എന്താ പറയുക, ഒരു ചിക്കു ബേജ് ആൻഡ് മെറൂൺ ബ്ലാക്ക് കോമ്പിനേഷനാണ്. ഇതിലും നല്ല ഭംഗിയുള്ള കുഞ്ഞൊരു ഫ്ലോറൽ പാറ്റേൺ. ആൻഡ് ബോട്ടം വരുന്നത് ഇതേപോലെ. ഇതിനും ബോർഡറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ നമുക്ക് ടോപ്പ് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ ബോർഡറൊക്കെ കൊടുത്ത് അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്യാം. ആൻഡ് ദുപ്പട്ട വരുന്നത് ഇതേപോലെ നല്ല രസമായിട്ടുള്ളൊരു ദുപ്പട്ട കണ്ടോ. ഇതേപോലെ പ്ലെയിൻ വന്നിട്ട് അതിന് ഭയങ്കര എൻക്വയറിയാണ്. 2 സൈഡിലും ഇതേപോലെ നല്ല ഭംഗിയുള്ള ആ ഒരു ബോർഡറിൻ്റെ കളറ് ഒരു മെറൂണിഷ് ബ്രൗൺ കളറൊക്കെ കൊടുത്തിട്ട് സൂപ്പർബാണ്. ഇങ്ങനെ വരും. സിമ്പിളാണ്, അതേസമയം എലഗൻറ്റ് ക്യൂട്ടായിട്ടുള്ള സെറ്റ്സാണ്. അടുത്തത് നമ്പർ 12 ആണ്. ഇങ്ങനെയാണ് ബ്ലൂവിൽ നല്ല ഭംഗിയുള്ള ലൈറ്റ് ഒരു പിങ്കിഷ് ടോണാണ് വരുന്നത്. നല്ല രസമുണ്ട് കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ട്. ഫ്ലോറലിൽ ഒരു പ്രത്യേക ഭംഗിയാണ്. അതും കോട്ടാഡോരിയയിൽ വരുമ്പോൾ ബോർഡേഴ്സ് ഇതേപോലെ വരും. ആൻഡ് ബോട്ടം വരുന്നത് നല്ല ഭംഗിയുള്ള സോഫ്റ്റ്, അത്രയും സോഫ്റ്റാണ് കേട്ടോ. ഇതൊക്കെ ബോട്ടം സ്റ്റിച്ച് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും നമുക്ക് വെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതേപോലെ വരുന്നത്. ആൻഡ് ദുപ്പട്ട വരുന്നത് ആ ഒരു ബോട്ടത്തിൻ്റെ ഡിസൈനർ പാറ്റേണിലാണ് ഇതേപോലെ വരിക കേട്ടോ. നല്ല ഭംഗിയാണ്. എൻ പോർഷനിൽ ഇതേപോലെ ഇത് ഡബിൾ സൈഡ് ആയിട്ട് ഇടാനും 1 സൈഡായിട്ട് ഇടാനും ഒക്കെ സൂപ്പറാണ്. സ്റ്റൈൽ ചെയ്ത് വരുമ്പോൾ ഒരു രക്ഷയില്ലാത്ത ഭംഗിയായിരിക്കും. ഓഫീസ് വെയർ ഒക്കെ ആയിട്ട് ഡെയിലി കോട്ടാഡോരിയ സെറ്റ്സ് വെയർ ചെയ്ത് പോകുന്നവരുണ്ട് കേട്ടോ. നമ്മുടെ കയ്യിൽ നിന്ന് അത്ര അധികം സെറ്റ്സ് പർച്ചേസ് ചെയ്തിട്ടുള്ളവരുണ്ട്. ഒരു കസ്റ്റമർ എന്നെ മൾട്ടിപ്പിൾ കളേഴ്സ് ആയിട്ട് കേട്ടോ. നല്ല കംഫർട്ടബിൾ ആണെന്നാണ് അവർ പറയുന്നത്. ഭയങ്കര സുഖമായിട്ട് നമുക്ക് ഇട്ടുന്നേ തോന്നില്ല. ഇതിന് നല്ല ലൈനിങ് എടുക്കണം കേട്ടോ. നല്ല ക്വാളിറ്റി തന്നെയുള്ള ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്താലേ അതിൻ്റെ ഒരു കംഫർട്ട് നമുക്ക് മനസ്സിലാവുള്ളൂ.
അടുത്തത് ദാ നല്ല ഭംഗിയുള്ള ബ്ലാക്കിൻ്റെ ഒരു കോമ്പിനേഷനിലാണ് വരുന്നത്. ഇതേപോലെ സൈഡിൽ കണ്ടോ, ഇതേപോലത്തെ ബ്ലാക്ക് ഒരു കുഞ്ഞൊരു റിബൺ ബോർഡർ പോലെ. ബോട്ടം വരുന്നത് ഇതേപോലെ ബാട്ടിക് പാറ്റേണിലാണ്. ബ്ലാക്കിൽ നല്ല സോഫ്റ്റ് കോട്ടൺ ആണ്. അതേപോലെ ദുപ്പട്ടയും ഒരു രക്ഷയില്ലാത്ത ഭംഗിയാണ്. ആ ഒരു ബ്ലാക്കിൻ്റെ മാജിക് സൂപ്പർബാണ്. ഇതേപോലെയാണ് ബോർഡേഴ്സ് വരുന്നത്. സ്റ്റൈൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ലാത്ത ഭംഗിയാണ്. ഇതേപോലെ കണ്ടോ, സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നല്ല രസമായിരിക്കും കേട്ടോ. ഇങ്ങനെയാണ് സെറ്റ് വരുന്നത്. നമ്പർ 13 ആണ്. റേറ്റ് വരുന്നത് 1650. അടുത്തത് നമ്പർ 14 ആണ്. ഇതേപോലെ ഒരു മെറൂണിഷിൽ ഇതേപോലെ ഒരു ഫ്ലോറൽ പാറ്റേൺ ആണ്. ബോർഡേഴ്സ് ഇതേപോലെ വരും കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റെഡിഷ് മെറൂൺ അങ്ങനത്തെ ഒരു കളറാണ്. ബോട്ടം വരുന്നത് ഇതേപോലെ നല്ലൊരു ഫ്ലോറൽ ആൻഡ് ലീഫ് പാറ്റേണിൽ പ്യുവർ സോഫ്റ്റ് കോട്ടൺ. ആൻഡ് ദുപ്പട്ട വരുന്നത് നമ്മുടെ ബോട്ടത്തിൻ്റെ ആ ഒരു ഡിസൈൻ തന്നെയാണ്. ഫ്ലോറലാണ്. ഫ്ലോറൽ ഒരുപാട് പേര് ചോദിക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ പല വെറൈറ്റി പല കളേഴ്സിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതേപോലെ കേട്ടോ, നല്ല രസമാണ്. എൻ പോർഷനിൽ ഇതേപോലെ എല്ലാം ഡിസൈനർ സെറ്റ്സ് ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷനും പാറ്റേൺസും ഇങ്ങനെയാണ് വരുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റ് നമ്പർ 40. അടുത്തത് നമ്പർ 15 ആണ്. നല്ലൊരു സീ ഗ്രീൻ ഷെയ്ഡിലാണ്. ഇതേപോലെ നല്ല ഭംഗിയുള്ളൊരു കളറ്, നമുക്ക് എപ്പോഴും കിട്ടുന്ന ഒരു കളറല്ല. ബോട്ടം വരുന്നത് ഇതേപോലെ. നേരത്തെ നമ്മൾ ഇതിൻ്റെ ഒരു കളർ ചേഞ്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഈ ഒരു പാറ്റേണിന് ഒരുപാട് എൻക്വയറി ആയിരുന്നു. പല കളേഴ്സിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദാ വീണ്ടും അതിൻ്റെ വേറെ കളേഴ്സാണ് കേട്ടോ വന്നിട്ടുള്ളത്. നല്ല ഭംഗിയാണ്. ഒരു ചെക്ക് പാറ്റേൺ ഇങ്ങനെയാണ് സെറ്റ് വരുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള സെറ്റ്സാണ്. നമ്പർ 50. അപ്പോൾ ഇത്രയും സെറ്റ്സാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഫുള്ളായി കണ്ട് 100% സാറ്റിസ്ഫൈഡ് ആയിട്ട് പർച്ചേസ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ നല്ല ഭംഗിയുള്ള സെറ്റ്സുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. താങ്ക് യു.